നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂൾ അധ്യാപിക നിര്യാതയായി. കോഴിക്കോട് സ്വദേശിനി ശ്വേത ഷാജിയാണ് നിര്യാതയായത്. ശനിയാഴ്ച രാവിലെ ഗോവയിൽ വെച്ചായിരുന്നു അന്ത്യം. കോയമ്പത്തൂരിലാണ് കുടുംബമുള്ളത്. അർബുദ രോഗബാധിതയായതിനെ തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയതായിരുന്നു. ഇന്ത്യൻ സ്കൂളിൽ +2 കൊമേഴ്സ് അധ്യാപികയായിരുന്നു. 2010 ഇന്ത്യൻ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഉംറ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ സൗജന്യമായി ലഗേജ് സൂക്ഷിക്കുന്നതിനുള്ള പുതിയ സൗകര്യമൊരുക്കി സൗദി അധികൃതർ. സൗദി ജനറൽ അതോറിറ്റി ഫോർ കെയർ ഓഫ് ദി ഹോളി മോസ്ക് ഇസ്ലാമിൻ്റെ ഏറ്റവും പുണ്യസ്ഥലമായ ഗ്രാൻഡ് മോസ്കിൻ്റെ അങ്കണത്തിലെ 2 സ്ഥലങ്ങളിലാണ് തീർത്ഥാടകർക്കായി സൗജന്യ ലഗേജ് സൂക്ഷിപ്പ് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. ദുബായിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം. ദുബായിലെ മാൾ ഓഫ് ദി എമിറേറ്റ്സിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ഇന്നലെ രാത്രി തീപിടുത്തം ഉണ്ടായത്. ഞായറാഴ്ച രാത്രി 10:33 തീപിടുത്തം സംബന്ധിച്ച വിവരം ദുബായ് സിവിൽ ഡിഫൻസിന് ലഭിച്ചത്. ഉടൻ തന്നെ അൽബർഷ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള സംഘം സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു. 10:38 അഗ്നിശമന സേനാ അംഗങ്ങൾ സ്ഥലത്തെത്തി. 8 നില കെട്ടിടത്തിലായിരുന്നു തീപിടുത്തമുണ്ടായത്. പൊതുമാപ്പ് അവസാനിക്കാനിരിക്കുന്നതോടുകൂടി UAEയിൽ അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള പരിശോധന ജനുവരി 1 മുതൽ ശക്തമാക്കുന്നു. 4 മാസത്തെ പൊതുമാപ്പ് 31 അവസാനിക്കാനിരിക്കെയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റിയുടെ മുന്നറിയിപ്പ്. ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന പരിശോധനയിൽ പിടിക്കപ്പെടുന്നവർ നിയമലംഘന കാലയളവിലെ മുഴുവൻ പിഴയും അടയ്ക്കേണ്ടി വരും. CA ഫൈനൽ പരീക്ഷയിൽ റാങ്ക് നേട്ടവുമായി പ്രവാസി മലയാളി യുവതി. മലയാളിയായ അമ്രത് ഹാരിസാണ് റാങ്ക് നേടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് നടത്തിയ CA ഫൈനൽ പരീക്ഷയിൽ ദേശീയതലത്തിൽ 5ാം റാങ്കും കേരളത്തിൽ നിന്ന് 1ാം സ്ഥാനവും അമ്രത് കരസ്ഥമാക്കി. ദേശീയതലത്തിൽ 2021 നടന്ന CA ഇന്റർ പരീക്ഷയിൽ 16ാം റാങ്കും അമ്രത് കരസ്ഥമാക്കിയിരുന്നു. സഹോദരി അംജദയും സഹോദരി ഭർത്താവ് തൗഫീഖും CA ബിരുദധാരികളാണ്. 22 വർഷമായി ഈ കുടുംബം UAEയിൽ പ്രവാസ ജീവിതം നയിച്ചു വരികയാണ്. സൗദി അറേബ്യയിലെ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് മുതൽ ടെർമിനൽ മാറ്റം. ഇന്ന് ഉച്ചയ്ക്ക് 12 മുതലാണ് ടെർമിനൽ മാറ്റമുണ്ടായത്. എയർ ഇന്ത്യ, ഇൻഡിഗോ ഉൾപ്പെടെ 14 വിദേശ വിമാന കമ്പനികളുടെ സർവീസുകളാണ് 2ാം നമ്പർ ടെർമിനലിൽ നിന്നും മാറ്റിയത്. 2ാം നമ്പർ ടെർമിനലിൽ നിന്ന് 3ാം നമ്പർ ടെർമിനലിലേക്കാണ് ഈ കമ്പനികളുടെ സർവീസുകൾ മാറ്റുന്നതെന്ന് റിയാദ് എയർപോർട്ട് അറിയിച്ചിരുന്നു. ഈ വിമാനങ്ങൾ നേരത്തെ സർവീസ് നടത്തിയിരുന്നത് ടെർമിനൽ 2ൽ നിന്നായിരുന്നു. 2025 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പറന്നുവരും. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസുകളും പിന്നീട് സിംഗിൾ അയൽജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ എയർ കേരള CEO ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാറും ഒപ്പുവെച്ചു. പ്രവാസി മലയാളി ദുബായിൽ വാഹനാപകടത്തിൽ മരിച്ചു. ബാലഗ്രാം സ്വദേശിയായ മനു P. ജോൺസണാണ് മരിച്ചത്. ദുബായിലെ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന മനു ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി റോഡിന് കുറുകെ കടക്കുന്നതിനിടെ കാറിടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടും മൻമോഹൻ സിംഗിന്റെ കുടുംബത്തോടും ഇന്ത്യയിലെ ജനങ്ങളോടും അനുശോചനം അറിയിച്ചതായി ഒമാൻ ന്യൂസ് ഏജൻസിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദുബായിലെ 6 ബസ് സ്റ്റേഷനുകളിൽ കൂടി ഇനി സൗജന്യ വൈഫൈ ലഭിക്കും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. മാൾ ഓഫ് എമിറേറ്റ്സ്, ഇബൻ ബത്തൂത, ഇന്റർനാഷണൽ സിറ്റി സെന്റർ ദെയ്റ, അൽ ഖുസൈസ്, അൽ ജാഫിലിയ എന്നിങ്ങനെ 6 പുതിയ ബസ് സ്റ്റേഷനുകളിലാണ് പുതിയതായി സൗജന്യ വൈഫൈ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു.